മിക്സിയിൽ അരച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെറും 15 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 5 അണ്ടിപ്പരിപ്പും 5 ബദാമും കൂടെ ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിരിക്കുക. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. പ്ലേറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ലപോലെ ആദ്യം ഒന്ന് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. അതിനുശേഷം കൂട്ട് 1/4 ഭാഗത്തോളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് വേണം 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിൽ ചെറിയ കട്ടകൾ കാണുന്നത് അണ്ടിപ്പരിപ്പ് അരയാതിരിക്കുന്നതാട്ടോ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാത്രത്തിലും ചെയ്തെടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രങ്ങൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്കാണ് നമ്മളിത് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കിക്കോളൂ. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതിയാകും. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് തന്നെ അരികുകളൊക്കെ ഒന്ന് വിടിയിച്ച് കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ എന്ത് പേരാണ് വരുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങൾ ശർക്കര പാനി ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ആ പാനി ആക്കിയതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരല്പം പൊങ്ങി വന്നിരിക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ടാണ്. ബേക്കിംഗ് സോഡ ഒഴിവാക്കിയാൽ ഈ ഒരു പൊങ്ങി വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.